നമസ്കാരം. ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം ശാസ്തമംഗലം പൈപ്പുമൂടി ജംഗ്ഷനിൽ നിന്ന് വെറും 750 മീറ്റർ മാറി 5 സെന്റിലായിട്ട് 2300 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്കുള്ളത്. നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഏകദേശം 2 വണ്ടി ഈ സൈഡിലേക്ക് പാർക്ക് ചെയ്യാം, ഏകദേശം 1 വണ്ടി അകത്തേക്ക് പാർക്ക് ചെയ്യാം. അങ്ങനെ ഏകദേശം 3 വണ്ടി സിമ്പിളായിട്ട് നല്ല അനായാസേന പാർക്ക് ചെയ്യാൻ പറ്റും. നല്ല വൈഡ് ആയിട്ടുള്ള മുറ്റമാണ് നമുക്ക് രണ്ട് സൈഡിലേക്കും കൊടുത്തിരിക്കുന്നത്. ഈ വീടിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് താമസ സൗകര്യത്തിന് അല്ലെങ്കിൽ റെന്റ് ഔട്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ രീതിയിലൊക്കെ ചിന്തിക്കുന്നവർക്ക് എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. കാരണം വെച്ചാൽ താഴത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂം, മുകളത്തെ ഫ്ലോർ 1 ബെഡ്റൂം, അതുപോലെ തന്നെ താഴെയും മുകളിലും കിച്ചണായിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് അകത്ത് നിന്നും പുറത്ത് നിന്നും മുകളിലത്തെ നിലയ്ക്ക് പോകാനായിട്ട് അകത്ത് നിന്ന് സ്റ്റെപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ സ്റ്റെയർ കേഴ്സ് കയറിയാണ് നമുക്ക് മുകളിലത്തെ ഫ്ലോറിലേക്ക് പോകാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ പ്രോപ്പർട്ടി നോക്കുന്നത് നന്നായിരിക്കും. അകത്തേക്ക് കയറുമ്പോൾ നല്ല വൈഡ് ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ഏരിയ കൊടുത്തിട്ടുള്ളത്. 2 സൈഡിലും നല്ല സോപാനമൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇരിക്കാനൊക്കെ നല്ല രീതിയിലേക്കുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ തടികൾ കംപ്ലീറ്റ് ആയിട്ടും തേക്കുന്നടിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ചുടുകല്ല് റെഡ് ബ്രിക്സിലാണ് കംപ്ലീറ്റ് ആയിട്ട് ഇതിന്റെ ബ്രിക്സ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ല വൈഡ് ആയിട്ടുള്ള ഹോൾ ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ്, ഇവിടെ ഡൈനിങ് സ്പേസും അവിടെ ലിവിംഗ് സ്പേസ് ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ടുള്ള നല്ല നീളത്തിലുള്ള നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ഹോൾ ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കൊരു ഏകദേശം ഈ വീടിന് ഒരു 10-20 വർഷത്തിന് മുകളിൽ പഴക്കമുള്ളത് കൊണ്ട് തന്നെ പഴയ കാലത്തെ ചുടുകല്ലും മണ്ണിലും നിർമ്മിച്ച ഒരു വീട് കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഏകദേശം റെന്റ് ഔട്ട് ചെയ്യാനും അതുപോലെ തന്നെ താമസ സൗകര്യത്തിനൊക്കെ നമുക്ക് താമസിക്കാനാണെങ്കിൽ റിനോവേഷന്റെ ആവശ്യമൊന്നുമില്ല. ഓൾറെഡി ഇതിന്റെ ടൈലും അതുപോലെ തന്നെ ഒരുപാട് ഇപ്പോൾ ഏകദേശം ഒരു 4 ഇയറിന് മുമ്പ് തന്നെ ഒരുപാട് റിനോവേഷൻ നടന്ന ഒരു വീട് കൂടിയാണ് ഈ വീട്. താഴത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് ഉള്ളത്. നമുക്ക് താഴത്തെ ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിൽ കയറുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത്. ഈ സൈഡിലേക്ക് നല്ല കബോർഡും അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസ് ആയി കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലേക്ക് നല്ല സ്റ്റോറേജ് സ്പേസ് ആയി കൊടുത്തിട്ടുണ്ട്. നമുക്ക് റെന്റ് ഒക്കെ കൊടുക്കാൻ നേരം നമുക്ക് ഇനി ഒരു ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമൊന്നുമില്ല. നമുക്ക് എടുത്ത് നമുക്ക് റെന്റ് കൊടുക്കാനായാലും താമസിക്കാനൊക്കെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ബാത്റൂം സൈസ് ആയാലും ഇതിന്റെ ബാത്റൂം ഒക്കെ അത്യാവശ്യം നല്ല സ്പേസീസ് ആയിട്ടുള്ള ബാത്റൂമാണ്. ഇത് റിനോവേറ്റ് ചെയ്ത് താമസിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായി പർച്ചേസ്. കാരണം റെസിഡൻഷ്യൽ ഏരിയ അല്ലെങ്കിൽ ഏരിയ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള നല്ലൊരു ഏരിയയാണ് ഈ ഏരിയ. താഴത്തെ ഫ്ലോറിൽ 2ാമത്തെ ബെഡ്റൂമിൽ കയറുമ്പോഴും അതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂം സൈസാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും അത്യാവശ്യം നല്ല ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ അന്നത്തെ കാലത്ത് തന്നെ പണിഞ്ഞതാണ്. നല്ല സാധനങ്ങളെല്ലാം നല്ല ക്വാളിറ്റി ഉള്ള നല്ല രീതിയിലേക്കാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ പാറ്റേൺ വന്നിരിക്കുന്നത്. ഇതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടാണ്. ഈ ബാത്റൂം അത്യാവശ്യം ഒരു വൈഡ് ആയിട്ടുള്ള ബാത്റൂം അല്ല, ഇത്തിരി സ്പേസ് കുറവാണ്. എന്നാലും അറ്റാച്ച്ഡ് ബാത്റൂമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള നല്ലൊരു രീതിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. കിച്ചണിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ ഹോളിന്റെ സൈഡിലേക്ക് ഡൈനിങ് ഏരിയയിലൂടെ തന്നെ നമുക്ക് വാഷ് ബേസിനെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ തന്നെ ഒരു സോക്കേഴ്സ് ആയിട്ടൊക്കെ നമ്മൾ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. കിച്ചണിലേക്ക് കയറുമ്പോൾ നല്ല സ്റ്റോറേജ് സ്പേസുകളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ തന്നെ കൊടുത്തിട്ടുണ്ട്. മെയിൻ്റനൻസ് വർക്കുകളൊന്നും അധികമായിട്ടൊന്നുമില്ല. നമുക്ക് ഒരു കോട്ട് പെയിന്റും കൂടി അടിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇതിന്റെ ഒരു കിച്ചൺ ഏരിയ ആയാലും അതുപോലെ തന്നെ കബോർഡ്സ് വർക്കുകളൊക്കെ ആയാലും നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇവിടുന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ഒരു വാതിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അലക്ക് കല്ലും അതുപോലെ തന്നെ ഒരു വർക്ക് ഏരിയ ഇറക്കാനും ഇവിടെ അത്യാവശ്യം കൃഷി ചെയ്യാനും ഔട്ട് സൈഡിലേക്ക് നമുക്കൊരു ടോയ്ലറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ അത്യാവശ്യം നല്ല ബാക്ക് സൈഡിലൊക്കെ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനേക്ക് ഒന്ന് നല്ല പെയിന്റ് ഒക്കെ ചെയ്തെടുത്ത് നമുക്ക് താമസിക്കാനൊക്കെ ആണെങ്കിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടൊക്കെ നോക്കുന്നവർക്ക് അല്ലെങ്കിൽ പൈപ്പ് മൂട് അതുപോലെ കവടിയാറിന്നൊക്കെ ഇതിലേക്ക് വരാനുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. പൈപ്പ് മൂടി ജംഗ്ഷൻ ഒരു 700 മീറ്റർ ആണ്. ശാസ്തമംഗലത്തിന് 1 കിലോമീറ്ററിനകത്താണ്. അതുപോലെ തന്നെ വെള്ളയമ്പലം അതുപോലെ അമ്പലമുക്ക് ഇതിന്റെയൊക്കെ എല്ലാത്തിന്റെയും ഒരു സെന്റർ ആണ്. പേരൂർക്കട SAP ക്യാമ്പ് ആ രീതിയിലൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാത്തിനും സെന്റർ ആയിട്ട് പ്രോപ്പർട്ടി നോക്കുന്നവർക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. കുറച്ച് നാളും കൂടെയൊക്കെ താമസിച്ചിട്ട് ഇതിനെയൊക്കെ ഇടിച്ച് കളഞ്ഞ് നല്ലൊരു വീടൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ലൊക്കേഷൻ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കൂടിയാണ് ഈ പ്രോപ്പർട്ടി. മുകളിലത്തെ ഫ്ലോറിലേക്ക് കയറുമ്പോഴത്തേക്കും സ്റ്റെയർ കേഴ്സ് ഒക്കെ ഒരു വൈറ്റ് ടൈപ്പ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. സൈഡ് ഹാൻഡിലൊക്കെ മെറ്റലാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലേക്ക് കയറി വരുമ്പോൾ തന്നെ നല്ലൊരു ഹോൾ ഏരിയ പോലത്തെ ഒരു ഏരിയയിലേക്കാണ് വരുന്നത്. അത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഏരിയ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. മുകളിലത്തെ ഫ്ലോറിൽ 1 ബെഡ്റൂം കിച്ചൺ ആയിട്ടാണ് അതുപോലെ സിറ്റ് ഔട്ട് ഏരിയ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലത്തെ ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല താഴത്തെ ബെഡ്റൂമിന്റെ അതേ സൈസ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസ് ധാരാളം കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലേക്ക് നല്ല സോക്കേഴ്സും അതുപോലെ തന്നെ അലമാരയെ കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അതൊക്കെ കൊള്ളാം, കുഴപ്പമില്ല. നല്ല അത്യാവശ്യം ഈ സൈഡിലേക്ക് ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എന്തുകൊണ്ടും അത്യാവശ്യം നന്നായിട്ടുണ്ട്. അതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടാണ് ആ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. ബാത്റൂം സൈസ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂമാണ്. നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് താമസിക്കാനൊക്കെ നമുക്കൊന്ന് ടൈലൊക്കെ അതിന്റെ ഫിറ്റിംഗ്സും ഒക്കെ ചെറുതായിട്ട് മാറ്റി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു
രീതിയിലേക്കാണ് ഇതിന്റെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. മുകളിലത്തെ ഫ്ലോറിലേക്കും കിച്ചൺ കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. കിച്ചണിലേക്ക് കയറുമ്പോൾ നല്ല വൈഡ് ആയിട്ടുള്ള കിച്ചൺ ഏരിയ കൊടുത്തിട്ടുള്ളത്. അവിടെ എല്ലാം നല്ല സ്ലാബ് പൈപ്പ് കണക്ഷൻ എല്ലാ ഫെസിലിറ്റീസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നല്ല ഫ്രിഡ്ജൊക്കെ വെക്കാനുള്ള നല്ല രീതിയിലുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഔട്ട് സൈഡിലേക്ക് ഇറങ്ങാം. ഇവിടെ നമുക്ക് തുണിയൊക്കെ അലക്കിയിടാനുള്ള നല്ല രീതിയിലുള്ള വൈഡ് ആയിട്ടുള്ള സ്ഥലം കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഏകദേശം ടെറസ് ഏരിയയിലേക്ക് പോകാനായിട്ടുള്ള ഒരു എന്താ പറയാൻ ഒരു പടിയും കൊടുത്തിട്ടുണ്ട്, സ്റ്റെയർ കേഴ്സും കൊടുത്തിട്ടുണ്ട്. മുകളിലത്തെ ഫ്ലോറിൽ നല്ല അടിപൊളി ഒരു ബാൽക്കണി ഏരിയ ഉണ്ട്. അവിടെ നിൽക്കുമ്പോൾ കാണുന്ന ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നല്ല ഹൈ റെസിഡൻഷ്യൽ ലൊക്കേഷൻ കൂടിയാണ്. ഇവിടെ നിന്ന് നമുക്ക് താഴെ നിന്നും നമുക്ക് അതുപോലെ ഈ സൈഡിൽ നിന്നും പുറത്ത് ഔട്ട് സൈഡിൽ നിന്നും ഒരു സ്റ്റെയർ കേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് മുകളിലേക്ക് കയറി വരാനായിട്ടുള്ള രണ്ട് സൈഡിൽ നിന്നും ആക്സസ് ഉള്ളതുകൊണ്ട് രണ്ട് പാർട്ടിക്ക് റെന്റ് കൊടുത്ത് നല്ല ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉള്ള വീട് കൂടിയാണ് ഈ വീട്. അപ്പോൾ ശാസ്തമംഗലം പൈപ്പുമൂട് അതുപോലെ കവടിയാറിൽ നിന്നൊക്കെ ഏകദേശം 1.5 കിലോമീറ്റർ മാത്രം, 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ആകാത്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതുപോലെ പേരൂർക്കട പിന്നെ SAP ക്യാമ്പൊക്കെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ പ്രോപ്പർട്ടി നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ പ്രയോജനപ്പെടുത്തുക. 5 സെന്റിലായിട്ട് 2300 സ്ക്വയർ ഫീറ്റ് 3 ബെഡ്റൂം 20 വർഷം പഴക്കമുള്ള ഈ വീടിന് ചോദിക്കുന്ന വിലയെന്ന് പറയുന്നത് 1,05,00,000 രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യം തീർച്ചയായും താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. വീണ്ടും റിയൽ എസ്റ്റേറ്റ് ബേസ്ഡ് ആയിട്ട് വീഡിയോ കാണുന്നതിനായി ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.